യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ തർക്കം രൂക്ഷമാവുകയാണ്. തങ്ങളുടെ നോമിനികളുടെ കാര്യത്തിൽ പ്രധാന നേതാക്കൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് വലിയ പ്രതിസന്ധിയാകും. അതിനിടയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു വിഭാഗം അബിൻ വർക്കിയെ ലക്ഷ്യം വെച്ച് ആരോപണങ്ങളും സജീവമാക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്നിൽ നിന്ന് കുത്തിയത് അബിൻ വർക്കി എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മനീഷ്, ഗുഡ് മോർണിംഗ്. മനീഷ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ ആരാകും ഇനി അടുത്ത അധ്യക്ഷ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്നുള്ളതാണ്. വനിതകളെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയം പറഞ്ഞ് പാർട്ടിക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ പല സൗഹൃദങ്ങളുമുള്ള പാർട്ടിയിലെ നേതാക്കൾക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചകളും വിവാദങ്ങളും ഭിന്നാഭിപ്രായങ്ങളും ഉണ്ട് എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിൽ രണ്ട് ഊരാക്കുരുക്കാണുള്ളത്. ഒന്ന് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഊരാക്കുരുക്കാണ്. അത് ഇനി നിയമസഭ, അതായത് MLA സ്ഥാനം രാജിവെക്കണമോ, കൂടുതൽ പരാതികൾ നിലവിൽ നേരിട്ട് ഇരകളാരും നേരിട്ട് പോലീസിൽ പരാതി നൽകിയിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ AICCയുടെ തീരുമാനം രാജിവെക്കേണ്ടതില്ല എന്നാണെങ്കിൽ കൂടി ഇത് അന്തിമ തീരുമാനമല്ല. അങ്ങനെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട MLA സ്ഥാനം സംബന്ധിച്ച് രാഹുലിനെ പ്രതിരോധിക്കുക സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തിൻ്റെ കൂടി പ്രതിരോധമാണ്. അതൊരു ഊരാക്കുരുക്കാണ്. മറ്റൊരു ഈ സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോഴത്തെ ഈ പടല പിണക്കം, ഒപ്പം തന്നെ ഗ്രൂപ്പ് പോയി ഇന്നലെ സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിലുണ്ടായ പിണക്കം ആ രീതിയിൽ അബിൻ വർക്കിക്ക്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയാണ് അതായത് ബാഹുബലി സിനിമയിൽ കട്ടപ്പ പിന്നിൽ നിന്ന് ബാഹുബലിയെ കുത്തുന്നത് പോലെ അബിൻ വർക്കിയാണ് കുത്തിയത് എന്ന രീതിയിൽ ചിത്രങ്ങൾ പ്രചരിക്കുകയും, ഇനി അതല്ല സംസ്ഥാന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അബിൻ വർക്കി രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം. അങ്ങനെ അബിൻ വർക്കി സംസ്ഥാന പ്രസിഡന്റ് ആകാനുള്ള നീക്കം തടഞ്ഞുകൊണ്ട് ചില രാഹുൽ അനുകൂലികൾ നടത്തുന്ന മനഃപൂർവ്വമായ നീക്കമാണതെന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇനി അതല്ല, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയിട്ടുള്ള ജിൻഷാദ് ജിന്നാസ് ഉണ്ട്. അത് ഷാഫി പറമ്പിലുമായി അടുത്ത് നിൽക്കുന്ന ആളാണ്. അങ്ങനെ ജിൻഷാദിനെ പരിഗണിക്കണം. ജിൻഷാദ് മലബാർ മേഖലയിൽ നിന്ന് വരുന്ന ആളാണ്. ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ പേര് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പേരുകൾ പറയുന്നു. ഒപ്പം തന്നെ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുന്നോട്ട് വയ്ക്കുന്ന പേര് നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബിനു ചുള്ളിയലിൻ്റെ പേരാണ്. ജാതി സമവാക്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് ബിനു ചുള്ളിയലിനെ ആക്കണം അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ ബിനു ചുള്ളിയലിൻ്റെ നിലവിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളെ നിലവിൽ സംസ്ഥാന അധ്യക്ഷനാക്കുന്ന ചട്ടം യൂത്ത് കോൺഗ്രസിന് ഇല്ല എന്നതുകൂടി ബിനു ചുള്ളിലിനെ മാറ്റാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഒന്നായേക്കാം. ഇനി അതല്ല, KSU സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളാണ് KM അഭിജിത്ത് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞിട്ട് 2 വർഷമായിട്ടും ഇതുവരെയും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വത്തിലേക്ക് എത്താത്ത ആളാണ്. പ്രത്യേകിച്ചും A ഗ്രൂപ്പിൻ്റെ ആളാണ് KM അഭിജിത്ത്. അതുകൊണ്ട് തന്നെ A ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം KM അഭിജിത്തിനെ കൊണ്ടുവരണമെന്നുള്ള ആവശ്യവും വരുന്നുണ്ട്. ഇനി അതല്ല, ഒരു വനിത വരട്ടെ. ഇനി സിനിമാ മേഖലയിലെ അമ്മ മോഡൽ ഒരു വനിതാ സംഘടനാ പ്രസിഡന്റ് വരട്ടെ, അധ്യക്ഷ വരട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തിയാൽ അവിടെ നറുക്ക് വീഴുക അരിത ബാബുവിനായിരിക്കും. അങ്ങനെ 3-4 പേരുകൾ അബിൻ വർക്കി, ബിനു ചുള്ളിയിൽ, അരിത ബാബു, ജിൻഷാദ് ജിന്നാസ്, അങ്ങനെ 4 പേരുകൾ പ്രഥമ പരിഗണനയിലുണ്ട്. ഇനി സംസ്ഥാന നേതൃത്വം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താതെ ഇവിടെ നിന്ന് ചില പേരുകളോ അല്ലെങ്കിൽ ഒരു പാനലോ AICCക്ക് നിർദ്ദേശിച്ച ശേഷം AICC അവിടെ നിന്ന് തീരുമാനമെടുക്കലായിരിക്കാം ഉണ്ടാവുക. ഇന്നോ നാളെയോ തന്നെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി ആ പാനൽ AICCക്ക് കൈമാറും. അങ്ങനെ AICCയുടെ മുന്നിലെത്തിയാൽ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ, ജാതിമത സമവാക്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കുകയും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരെ നിലവിൽ സംസ്ഥാന പ്രസിഡന്റുമാർ മാറിയാൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരെ ആക്കുന്ന രീതി ഇതുവരെയും യൂത്ത് കോൺഗ്രസിനില്ല. ഇനി അതല്ല, അത് പരിഷ്കരിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റായ അബിൻ വർക്കി വലിയ സ്വീകാര്യതയുള്ള ആളാണ്. അബിൻ വർക്കി തന്നെ വരട്ടെ. അബിൻ വർക്കി വരാനുള്ള നീക്കങ്ങളെ തടയാനാണ് ഇപ്പോഴുള്ള ചില വാട്സപ്പിലെ അല്ലെങ്കിൽ യുദ്ധങ്ങൾ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടാൽ അവിടെ അബിൻ വർക്കിക്ക് നറുക്കി വീഴും. അബിൻ വർക്കിക്കെതിരെ വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൽ, അത് ഒരു പരസ്യ പോര് എന്നുള്ള നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ KSUവിൻ്റെ അധ്യക്ഷനും KPCCയുടെ അധ്യക്ഷനും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാക്കിയാൽ അത് സാമുദായിക സമവാക്യങ്ങളെ ബാധിക്കും എന്നൊരു വിമർശനം കൂടി ഉയർത്തിക്കൊണ്ടാണ് ഈ അബിൻ വർക്കിക്ക് നേരെയുള്ള എതിർപ്പ് അതിശക്തമായി ഉയരുന്നത്. പ്രധാന നേതാക്കൾ നോമിനികളെ മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടൊരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എന്ന തരത്തിൽ മറ്റു പേരുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണോ വിലയിരുത്തേണ്ടത്? പക്ഷേ അങ്ങനെ സാധ്യത കൂടുതലാണ് എന്ന് പറയുമ്പോഴും ഒരു വനിതയെ അവിടെ പ്ലേസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടോ?
ആ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു വലിയ സാധ്യതയാണ് എന്ന് വിലയിരുത്താൻ കഴിയുന്ന തരത്തിലാണോ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്? മനീഷ് മഹിബാൽ. ശ്രീജിത്ത്, അബിൻ വർക്കിയെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണം, അധ്യക്ഷനാക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം ഇത് AICC നേതൃത്വവുമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ റിജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാതി സമവാക്യങ്ങളുടെ ഭാഗമായിട്ട് തന്നെ അബിൻ വർക്കിക്ക് നറുക്ക് വീഴാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആള് അബിൻ വർക്കിയാണ്. അതുകൊണ്ട് തന്നെ അബിൻ വർക്കിക്ക് ഉണ്ടാകുന്ന സ്വീകാര്യത മറ്റു ചില കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ച് ജാതി സമവാക്യങ്ങൾ ഇവിടെ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ അതേ മണ്ഡലത്തിലുള്ള ആളാണ്. ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്നും താഴെത്തട്ടിൽ നിന്നും KSUവിൽ നിന്നും പ്രവർത്തിച്ച് വന്ന് നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എന്നത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ബിനു ചുള്ളിയിലാണ് പ്രഥമ പരിഗണനയായി AICC സംഘടനാ സെക്രട്ടറി പോലും, അതായത് ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് പോലും ഉള്ള ബിനു ചുള്ളിയിലെ ആക്കണം, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വരട്ടെ എന്നൊരു ആവശ്യം AICC മുന്നോട്ട് വെച്ചെങ്കിൽ അങ്ങനെ സംഘടനാ ജനറൽ സെക്രട്ടറി മുന്നോട്ട് വെച്ച ഒരു പേരിനെ എങ്ങനെ തള്ളാനാകും, അല്ലെങ്കിൽ അതിനെ തള്ളാൻ മറ്റ് ചില നേതാക്കൾ, സംസ്ഥാനത്തുള്ള മറ്റ് ചില നേതാക്കൾ രംഗത്തെത്തുകയില്ല. ഇനി ഷാഫി പറമ്പിലൊക്കെ തന്നെ മുന്നോട്ട് വെച്ച ജിൻഷാദ് ജിന്നാസിൻ്റെ ഒക്കെ തന്നെ പേര് അതൊരു അഭിപ്രായം എന്ന രീതിയിൽ മുന്നോട്ട് വരുന്നതാണ്. ഒപ്പം തന്നെ വനിതകൾ വരട്ടെ എന്ന പേര് വരുമ്പോൾ അവിടെ അരിതാ ബാബുവിന് മാത്രമല്ല മറ്റു ചില പേരുകളുണ്ട്, അവരെയും പരിഗണിക്കണമെന്ന് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു കീറാമുട്ടി സംസ്ഥാന നേതൃത്വം ബന്ധപ്പെട്ട് അപ്പോൾ അങ്ങനെ ചില തർക്കങ്ങൾ വരുമ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ ഇത്തരത്തിലുള്ള ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാതികളൊക്കെ തന്നെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ചിലർ അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. അവിടെയാണ് ഇവിടെ ആരെ അധ്യക്ഷനാക്കുക അതൊരു മാതൃകയാകണം. പ്രത്യേകിച്ചും ഇത് വലിയൊരു നാണക്കേട് പാർട്ടി നേതൃത്വത്തിനാകുമ്പോൾ ഇനി വലിയ സ്വീകാര്യതയുള്ള ഒരു ജനപ്രിയ യുവ നേതാവിനെ കൊണ്ടുവരുമോ? ഈ 4 പേരുകൾ നിലവിൽ ജിൻഷാദ് ജിന്നാസ്, അരിതാ ബാബു, KM അഭിജിത്ത്, അബിൻ വർക്കി, ബിനു ചുള്ളിയിൽ എന്നീ പേരുകളല്ലാതെ മറ്റൊരാളുടെ പേര് കൂടി മുന്നോട്ട് വരുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഈ പരാതികളിൽ ഇന്ന് അതായത് അഭിഭാഷകൻ നൽകിയ പരാതിയിൽ ഇന്ന് മൊഴി രേഖപ്പെടുത്തും. മനീഷ് മഹിബാലാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.